Good morning, students. Welcome to our new auditing class. നമ്മൾ വൗച്ചിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് വൗച്ചർ എന്താണ്, അതിൻ്റെ എസെൻഷ്യൽ ഓഫ് വാലിഡ് വൗച്ചർ എന്താണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എക്സാമിനേഷൻ ഓഫ് വൗച്ചിങ്, അല്ലെങ്കിൽ വൗച്ചിങ് നമ്മൾ എങ്ങനെ എക്സാം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ റെക്കോർഡിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. പല രീതിയിലുള്ള എറേഴ്സുകളും പല രീതിയിലുള്ള ഫ്രോഡുകളും അതിലൂടെ നമുക്ക് കമ്മിറ്റ് ചെയ്യുകയും ഇപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിലൂടെ മിസ്അപ്രോപ്രിയേഷൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഓഡിറ്ററുടെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. അപ്പോൾ വൗച്ചിങ് ഓഫ് ക്യാഷ് മീൻസ് ചെക്കിംഗ് ഓഫ് ക്യാഷ് റെസിപ്റ്റ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സിലൂടെ നമ്മൾ ക്യാഷ് ബുക്ക് ചെക്ക് ചെയ്യുക, ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെൻറ്റ്സും ചെക്ക് ചെയ്യുന്നതാണ് വൗച്ചിങ് കൊണ്ട്, എക്സാമിനേഷൻ ഓഫ് വൗച്ചിങ് ഓഫ് ക്യാഷ് ബുക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിറ്റർക്ക് അത് നല്ലൊരു ഡ്യൂട്ടിയാണ്. കാരണം വളരെയധികം റെസ്പോൺസിബിലിറ്റിയോട് കൂടി തന്നെ ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെൻറ്റും ഓഡിറ്റർ തറോലി എക്സാമിൻ ചെയ്യണം. പോയിൻറ്റ് ഷുഡ് ബി നോട്ടഡ് ഇൻ വൗച്ചിങ് നടത്തുമ്പോൾ കുറച്ച് പോയിൻറ്റ്സ് ശ്രദ്ധിക്കേണ്ടത് അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ജനറലായിട്ട് പറയുന്ന കുറച്ച് ടേംസുകളാണ്. ഒന്ന്, സ്റ്റഡി ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഇൻ ഓപ്പറേഷൻ. അതായത് ഓഡിറ്റർ ഹാസ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് ദർ ഈസ് എ ഗുഡ് ആൻഡ് എഫിഷ്യൻറ്റ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഇൻ ഓപ്പറേഷൻ. ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഗുഡായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, നല്ല രീതിയിലുള്ള ഒരു ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റമാണ്, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റമാണ് ഉള്ളത് എന്നുള്ളത് ഓഡിറ്റർ മനസ്സിലാക്കണം. ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നു എക്സാമിൻ ദ ടെസ്റ്റ് ചെക്കിങ് അല്ലേ. അതായത് ട്രാൻസാക്ഷൻസ് ആർ ടു ബി ചെക്ക്ഡ് ഇൻ ഡീറ്റെയിൽ. ടെസ്റ്റ് ചെക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു 10 ഉണ്ടെങ്കിൽ 100 ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓഡിറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടെസ്റ്റ് ചെക്കിംഗ് ആണ് അല്ലേ. നമുക്കറിയാം ഒരു ഓഡിറ്റർ എപ്പോഴും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കുന്നതിന് പകരം ചിലപ്പോൾ ടെസ്റ്റ് ചെക്കിങ്ങും നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ ഷുഡ് സെലക്ട് സർട്ടൻ ട്രാൻസാക്ഷൻസ് അറ്റ് റാൻഡം ഫ്രം ദ ബിഗിനിങ് ആൻഡ് അപ്ലൈ ഡീറ്റെയിൽ ചെക്ക്. ചില കേസുകളിൽ നമുക്ക് ടെസ്റ്റ് ചെക്കിങ് എടുക്കുക, ചില കേസുകളിൽ നമ്മൾ ഹോൾ ഡാറ്റാസ് എടുത്തിട്ട് വേണം ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് കമ്പയർ എന്നാണ്, ശ്രദ്ധിക്കണേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണുന്നുണ്ട്. കമ്പയർ ക്യാഷ് ബുക്ക് വിത്ത് റഫ് ക്യാഷ് ബുക്ക്. ശ്രദ്ധിക്കേട്ടോ എന്തോ പറ്റി. കമ്പയർ ക്യാഷ് ബുക്ക് വിത്ത് റഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് നമ്മൾ കമ്പയർ ചെയ്യുക, റഫായിട്ട് എഴുതിയിട്ടുള്ള ക്യാഷ് ബുക്കും ഒറിജിനൽ ക്യാഷ് ബുക്കും തമ്മിൽ കമ്പയർ ചെയ്യുക. എൻട്രീസ് ഇൻ ദ റഫ് ക്യാഷ് ബുക്ക് ആൻഡ് മെയിൻ ക്യാഷ് ബുക്കിലെയും റഫ് ക്യാഷ് ബുക്കിലെയും എൻട്രീസ് നമ്മൾ എൻ്റർ ചെയ്ത് നമ്മൾ നോക്കുക. എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാം. He should study the method of depositing daily cash receipts in bank. Daily cash receipts ബാങ്കിൽ മെത്തേഡ് ഓഫ് ഡെപ്പോസിറ്റിംഗ്. ഡെയിലി ക്യാഷ് റെസിപ്റ്റ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുക, അതായത് ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡെയിലി ക്യാഷ്. പിന്നെ അതുപോലെ തന്നെ പ്രിപ്പയർ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്കിൻ്റെ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ റിസിപ്റ്റ്സ് ബുക്സ് ആർ കെപ്റ്റ് പ്രോപ്പർ കൺട്രോൾ. റിസിപ്റ്റ്സ് ബുക്കൊക്കെ നമ്മൾ പ്രോപ്പർ കൺട്രോളിൽ വയ്ക്കുക. ഇതൊക്കെ ജനറലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റീസ്. ഇൻട്രസ്റ്റ് ഓൺ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, വൗച്ചിങ് നടത്താൻ. വൗച്ചിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അതിൽ തന്നെ പറയുന്നതാണ് ഇൻട്രസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ റിസിപ്റ്റ്സ് ആർ പ്രിൻറ്റഡ് ഫോമിലായിരിക്കണം, കൗണ്ടർ ഫോയിൽ റിസിപ്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എല്ലാ റിസിപ്റ്റ്സും ഷുഡ് ബി സെപ്പറേറ്റ്ലി ആൻഡ് കോൺസിക്യൂട്ടീവ്ലി നമ്പർ ചെയ്തിരിക്കണം. ഡേറ്റ്, എമൗണ്ട്, നെയിം അതിലെഴുതിയിരിക്കണം. അതുപോലെ ക്യാഷ് ബുക്കിൽ സർട്ടൻ എൻട്രീസ് റിസിപ്റ്റ്സ് ഹാവ് നോട്ട് ബീൻ ഇഷ്യൂ ചെയ്ത് ഇത് മാത്രമേ നമ്മൾ റിസിപ്റ്റ് കൊടുക്കാവൂ. സൈൻ ചെയ്തിരിക്കണം. അതുപോലെ ഷുഡ് ബി കെപ്റ്റ് ഇൻ സേഫ് കസ്റ്റഡിയിലാവണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ കൺട്രോളിൽ വെക്കാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് വൗച്ചിങ് ഓഫ് ദ റെസിപ്റ്റ് സൈഡ് ഓർ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക്. വൗച്ചിങ് ഓഫ് ദ റെസിപ്റ്റ് സൈഡ് ഓർ ഡെബിറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക്. ഒരു ക്യാഷ് ബുക്കിൻ്റെ റെസിപ്റ്റ് സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ ഡെബിറ്റ് സൈഡ്, അതിൽ വരുന്ന ഡാറ്റാസ് എന്തൊക്കെയാണെന്ന്. ക്യാഷ് ബുക്കിൻ്റെ റെസിപ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഡാറ്റാസ് എന്തൊക്കെയാണ്, കുറേ പോയിൻറ്റ്സ് വരുന്നുണ്ട്. അത് എന്തൊക്കെയാണ് അതിൽ വരുന്നത്. ഫസ്റ്റ്, ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്.
റെസിപ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ് ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയേഴ്സിൽ ഓഡിറ്റ് ചെയ്തിട്ടുള്ള ബാലൻസ് ഷീറ്റ് ആണ് ഓപ്പണിംഗ് ബാലൻസ്. പിന്നെ ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് മെമ്മോസ് വിത്ത് സമ്മറി ഓഫ് ഡെയിലി സെയിൽസ്മെൻ സബ്സ്ട്രാക്ട് കാർബൺ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ക്യാഷ് മെമ്മോ. ക്യാഷ് ഡെയിലി ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ്. ദ നെക്സ്റ്റ് റെസീപ്റ്റ്സ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഇതൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. റെസിപ്റ്റ്സ് ഫ്രം ഡെപ്റ്റേഴ്സ് നമ്മൾ കൗണ്ടർ ഫോയിൽ അതുപോലെ റഫ് ക്യാഷ് ബുക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. റെസിപ്റ്റ്സ് ഫ്രം ഡെപ്റ്റേഴ്സ്. അതുപോലെ തന്നെ ഡെപ്റ്ററുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്നതും ഓഡിറ്റർ റഫ് ക്യാഷ് ബുക്ക് വെച്ചിട്ട് കൗണ്ടർ ഫോയിൽ വെച്ചിട്ട് കറക്റ്റ് ചെക്ക് ചെയ്യുന്നതും, അതുപോലെ തന്നെ ടെസ്റ്റ് ഡീറ്റെയിൽസ് എടുക്കുക, അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് ഗ്രാൻഡഡ് ഡിസ്കൗണ്ട്, ജനറൽ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്, അതെല്ലാം നമ്മളതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിജിലൻ്റ് ആയിരിക്കണം, കമ്മിറ്റഡ് ഇൻ റിഗാർഡ്സ് ടു റെസിപ്റ്റ് ഫ്രം ദ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുന്നു. ഈ ഡെപ്റ്റേഴ്സിൽ അല്ലെങ്കിൽ റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സിൽ വരുന്ന മിസ്റ്റേക്സുകളാണ് ബൈ ഇഷ്യൂയിങ് റെസിപ്റ്റ് ഫ്രം അൺയൂസ്ഡ് റെസിപ്റ്റ് ബുക്ക്, പിന്നെ ബൈ എൻട്രി ഫ്യൂവർ എമൗണ്ട്സ് ഇൻ ദ കൗണ്ടർ ഫോയിൽ, ബൈ റെക്കോർഡിംഗ് ലെസ് എമൗണ്ട് ഓൺ ദ ഡെബിറ്റ് സൈഡ്, ബൈ ദ പ്രോസസ് ഓഫ് ടീമിങ് ആൻഡ് ലാഡിങ് ഓർ ലാപ്പിംഗ്. ഇങ്ങനെ 5-6 രീതിയിലാണ് ക്യാഷ് ബുക്കിൽ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന മിസ്റ്റേക്സുകൾ. എന്താണ് ഈ ടീമിങ് ആൻഡ് ലാഡിങ് ഓർ ലാപ്പിംഗ്? ടീമിങ് ആൻഡ് ലാഡിങ് ഓർ ലാപ്പിംഗ്. അതിൽ പറയുന്നത് ലാപ്പിംഗ് മേ ബി ഡിഫൈൻ ആസ് കൺസീൽമെൻറ്റ് ഓഫ് എ ഷോർട്ടേജ് ബൈ ഡിലേയിങ് ദ റെക്കോർഡിംഗ് ഓഫ് ക്യാഷ് റിസീപ്റ്റ്സ്. ഇറ്റ് ഇൻവോൾവ്സ് മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്. അതായത് ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കൺസീൽമെൻറ്റ് ഓഫ് എ ഷോർട്ടേജ്, കുറച്ച് ഷോർട്ടേജ് വരെയാണ് ക്യാഷിൻ്റെ, കൺസീൽ ചെയ്ത് വെക്കുകയാണ് ബൈ ഡിലേയിങ് ദ റെക്കോർഡിംഗ് ഓഫ് ക്യാഷ് റെസിപ്റ്റ് എഴുതാൻ കുറച്ച് ഡിലേ വരുത്താം. Under this method, when cash is received from a customer, say from X, no entry is made in the cash book. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു 50,000 രൂപ കിട്ടി, പക്ഷെ നമ്മളത് ക്യാഷ് ബുക്കിൽ എഴുതിയിട്ടില്ല. ലേറ്റർ ഓൺ വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഫ്രം വൈ, ദ എമൗണ്ട് ഇസ് റെക്കോർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക് ബൈ ക്രെഡിറ്റിംഗ് ദ എമൗണ്ട് ഓഫ് എക്സ്. പിന്നെ നമുക്ക് വൈ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ നമ്മൾ എക്സിൻ്റെ പൈസ ആണ് കിട്ടിയത് എന്ന രീതിയിൽ എഴുതി. അങ്ങനെ വരുന്നതാണ് ടീമിങ് ആൻഡ് ലാഡിങ് അല്ലെങ്കിൽ ലാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നു റെസിപ്റ്റ്സ് ഫ്രം ബിൽസ് റിസീവബിൾ. അതിൽ പറയുന്നത് ഓൾ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ബിൽസ് റിസീവബിൾ ക്യാൻ ബി ഒബ്റ്റൈൻ ഫ്രം ബിൽസ് റിസീവബിൾ ബുക്ക്. ബിൽസ് റിസീവബിൾ ബുക്കിൽ നിന്നാണ് നമുക്ക് ഇതുപോലെയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നത്. പിന്നെ അതുപോലെ റെസിപ്റ്റ്സ് ഫ്രം ബിൽ ഡിസ്കൗണ്ടഡ്, റെസിപ്റ്റ്സ് ഫ്രം ബിൽ മെച്ചേർഡ്, അതൊക്കെ നമുക്ക് ഈ ബിൽസ് റിസീവബിളിൽ നിന്ന് കിട്ടുന്നതാണ്. ഷുഡ് വെരിഫൈ ക്യാഷ് റിസീവ്ഡ് ഫോർ ബിൽ ഡിസ്കൗണ്ടഡ് വിത്ത് ക്യാഷ് ബുക്ക് ആൻഡ് ആൾസോ വെരിഫൈഡ് ബിൽ റിസീവബിൾ ബുക്ക് ആൻഡ് പാസ്ബുക്ക്. ബിൽസ് റിസീവബിൾ ബുക്കും ബിൽ ക്യാഷ് ബുക്കും വെരിഫൈ ചെയ്യുക, അത് ഡിസ്കൗണ്ട് ചെയ്യുക, അതൊക്കെ അതിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നു റെസിപ്റ്റ് ഫ്രം ബിൽ മെച്ചേർഡ്. The auditor should check the cash receipt for bills receivable from bill matured. ബിൽ മെച്ചേർഡ് ആയ ബില്ലുകൾ, അത് ബിൽസ് റിസീവ് ചെയ്യുമ്പോൾ മെച്ചേർഡ് ആയത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബിൽ റിസീവബിൾ ബുക്കും ക്യാഷ് ബുക്കും പാസ്ബുക്കും നമ്മൾ കമ്പയർ ചെയ്യുക. പിന്നെ സ്പെഷ്യൽ എൻക്വയറി പ്രൊവൈഡ് ചെയ്യുക. ഹാവ് മെച്ചേർഡ് ബട്ട് ദ എമൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് ബിൽസ് ഹാവ് നോട്ട് ബീൻ റിസീവ്. സച്ച് ബിൽസ് ഹാവ് ഡിസോണർഡ് ഓർ റിട്ടേൺഡ്. ഡിസോണർ ആയിട്ടുള്ള ബില്ലുകൾ ഏതാണ്, റിട്ടേൺ ആയിട്ടുള്ള ബില്ലുകൾ ഏതാണ്, അതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ ഫിഫ്ത്ത് വൺ പറയുന്നു റെസിപ്റ്റ് ഫ്രം സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. യൂഷ്വലി ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ സോൾഡ് ത്രൂ ബ്രോക്കേഴ്സിലൂടെയാണ് നമ്മൾ സാധാരണ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുന്നത്. ഈ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി വൗച്ചഡ് വിത്ത് ദ ബ്രോക്കേഴ്സ് ഷുഡ് sold in note or contract note. If the investment have been sold earned dividend, it should be seen that the dividend has subsequently been received and the sale proceed is properly apportioned between capital and revenue. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ റെസിപ്റ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റെസിപ്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അത് പ്രോപ്പർലി അപ്പോർഷൻ ചെയ്തിട്ട് ക്യാപിറ്റലും റവന്യൂ നമ്മൾ പ്രോപ്പർലി അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എക്സ് ഡിവിഡൻ്റായിട്ട് നമ്മൾ ഓഡിറ്റർ ഷുഡ് see that the dividend has been received subsequently. എക്സ് ഡിവിഡൻ്റ് ആയിട്ട് ഡിവിഡൻഡ് നമുക്ക് സബ്സിക്വൻ്റ് ആയിട്ട് കിട്ടും എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് റെസിപ്റ്റ് ഫ്രം സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞു ലോൺ റിസീവ്ഡ്. ലോൺ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ദ റെസിപ്റ്റ് ഓഫ് ലോൺ ഷുഡ് ബി വൗച്ച്ഡ് വിത്ത് ലോൺ അഗ്രിമെൻറ്റ്. ലോൺ അഗ്രിമെൻറ്റിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ ഒരു റെസിപ്റ്റ് വൗച്ചറായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഷുഡ് സീ ദാറ്റ് ദ ലീഗൽ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദിസ് റേസിംഗ് ഓഫ് ലോൺ ഹാവ് ബീൻ കംപ്ലൈഡ് with the auditor should also see that the value of security offered. Then if the interest on loan is unpaid, the auditor should see that it is properly adjusted.
അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ലോണുകളാണ് റിസീവ് ചെയ്തുള്ളത്, അതുപോലെ തന്നെ ലീഗൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു റേസിംഗ് ലോൺ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് പറയുന്നു ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. Interest on bank deposits, fixed or saving deposits should be vouched with the bank passbook and bank device. അല്ലേ? ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് അത് ഫിക്സഡ് സേവിങ് ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഐ ഷുഡ് ബി വൗച്ച്ഡ് വിത്ത് ദ ബാങ്ക് പാസ്ബുക്ക് ആൻഡ് ബാങ്ക് ഡിവൈസ്. അത് നമ്മൾ ബാങ്ക് പാസ്ബുക്കും ബാങ്ക് ഡീറ്റെയിൽസും അല്ലെങ്കിൽ ബാങ്ക് ഡിവൈസുകളും വെച്ചിട്ട് നമ്മൾ വൗച്ച് ചെയ്യും. ദെൻ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ്, ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ സെക്യൂരിറ്റീസ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ സെക്യൂരിറ്റീസ് അതിൽ വരുന്നത് ഷുഡ് ബി വൗച്ച്ഡ് വിത്ത് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ ഓർ സെക്യൂരിറ്റി ലെഡ്ജർ. ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് ദ ഇൻട്രസ്റ്റ് ഹാവ് ബീൻ റിസീവ്ഡ് ഓൺ ദ ഡ്യൂ ഡേറ്റ്. അല്ലേ? ആ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ ഡ്യൂ ഡേറ്റിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് അത് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാം. ദ നെക്സ്റ്റ് പറയുന്നു ഡിവിഡൻഡ് ഓൺ ഷെയറുകളുടെ ഡിവിഡൻഡ്. ദ ഡിവിഡൻഡ് റിസീവ്ഡ് ക്യാൻ ബി വൗച്ച്ഡ് വിത്ത് ഡിവിഡൻഡ് വാറൻറ്റ് ഓർ ദ ലെറ്റേഴ്സ് കവറിംഗ് ചെക്സ്. ദ ഇൻകം ടാക്സ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ആൾസോ വെരിഫൈഡ് ആസ് സപ്പോർട്ടിംഗ് ഡിവൈസ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് എവിഡൻസ്. ഡിവിഡൻഡ് വാറൻറ്റ് ലെറ്റേഴ്സ് അതുപോലെ കവറിംഗ് ചെക്സുകൾ, അതുപോലെ തന്നെ ഡിവിഡൻഡ് വാറൻറ്റ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഓഫ് കവറിംഗ് ചെക്സ്, അതുപോലെ ഇൻകം ടാക്സ് റിഡക്ഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഡിവിഡൻഡ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ നെക്സ്റ്റ് പറയുന്നു ഇൻഷുറൻസ് ക്ലെയിം മണി. എന്താണ് ഇൻഷുറൻസ് ക്ലെയിം മണി? ഇൻഷുറൻസ് ക്ലെയിം എമൗണ്ട് റിസീവ്ഡ് ഷുഡ് ബി വാച്ച്ഡ് വിത്ത് ദ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് ദ ക്ലയൻറ്റ്. ഇൻഷുറൻസ് കമ്പനിയും ക്ലയൻറ്റും തമ്മിലുള്ള കറസ്പോണ്ടൻസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഷുറൻസ് കമ്പനി നമ്മൾ അതിൻ്റെ ക്ലെയിം മണി ഡിക്ലെയർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് റെൻറ്റ് റിസീവ്ഡ്. റെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ദ റെൻറ്റ് ഡീഡ് ആൻഡ് എഗ്രിമെൻറ്റ് ഷുഡ് ബി എക്സാമിൻഡ് ടു അസർട്ടൈൻ ദ എമൗണ്ട് ഓഫ് റെൻറ്റ്, ഡ്യൂ ഡേറ്റ് ആൻഡ് പ്രൊവിഷൻ റിഗാർഡിംഗ് റിപ്പേഴ്സ്. അല്ലേ? ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും കേസുകളിൽ നമുക്ക് എന്തെങ്കിലും റെൻറ്റ് കിട്ടാനുണ്ടെങ്കിൽ അത് അതിൻ്റെ ഡ്യൂ ഡേറ്റിൽ കറക്റ്റ് ഡേറ്റിന് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ടോ നോക്കുക. അതുപോലെ തന്നെ അതിന് കൗണ്ടർ ഫോയിൽ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ റെൻറ്റ് കളക്ട് ചെയ്യുക. സബ്മിറ്റഡ് ബൈ ദം ഷുഡ് ബി എക്സാമിൻ കെയർഫുള്ളി. ഷുഡ് എൻക്വയറി ഇൻ ടു റെൻറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ എ ലോങ് പീരീഡ്. അല്ലേ? ഒരു ലോങ് പീരീഡിനാണോ ഷോർട്ട് പീരീഡിനാണോ ഉള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതൊക്കെ നമ്മൾ എന്തിൽ ചെയ്യുക, റെൻറ്റ് റിസീവ്ഡിൽ. അപ്പോൾ ആ ഒരു ടേം നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം. ദെൻ റെസിപ്റ്റ് ഫ്രം ഹയർ പർച്ചേസ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യമായിട്ട് പഠിച്ചില്ലെങ്കിലും ഈ ടോപ്പിക്കുകൾ ഏതൊക്കെ ഡെബിറ്റ് സൈഡിൽ വരുന്നു എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. എസ് എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ഒരു സെക്കുലർ സ്കോപ്പ് ഉണ്ട്, അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. ദെൻ റെസിപ്റ്റ് ഫ്രം ഹയർ പർച്ചേസ്. അപ്പോൾ ഹയർ പർച്ചേസിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഹയർ പർച്ചേസ് നടത്തുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും റെസിപ്റ്റുകൾ, അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് എത്ര ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ട്, എത്ര ഒരു ഇൻസ്റ്റാൾമെൻറ്റിൽ എത്ര എമൗണ്ട് ഉണ്ട്, അതുപോലെ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതുപോലെ ആസ് പെർ എഗ്രിമെൻ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൽ ശ്രദ്ധിക്കാം. ദെൻ നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്. എന്താണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഷുഡ് ബി വൗച്ച്ഡ് വിത്ത് രജിസ്റ്റർ ഓഫ് സബ്സ്ക്രൈബർ ആൻഡ് കൗണ്ടർ ഫോയിൽ ഓഫ് ദ റിസിപ്റ്റ്. സബ്സ്ക്രൈബറുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ കൗണ്ടർ ഫോയിലും റിസിപ്റ്റും ഒക്കെ നമ്മൾ എടുത്ത് വയ്ക്കാം. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ദാറ്റ് ഈസ് 14th one കമ്മീഷൻ റിസീവ്ഡ്. എന്താണ് കമ്മീഷൻ റിസീവ്ഡ്? The auditor should agreement between the client and the company. If commission is received in respect of goods sold on the consignment, the amount of commission may be vouched with the account sales by consignor. അല്ലേ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഡീലിങ്സ് നടത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും കമ്മീഷനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതും കൂടി ഇവിടെ കറക്റ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഒരു ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ പിന്നെന്താ പറയുക റെസിപ്റ്റ് സൈഡിൽ വരുന്ന ഡീറ്റെയിൽസുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊക്കെയാണ്? ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, ക്യാഷ് സെയിൽസ്, റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്, അതിൽ വരുന്നതാണ് ടീമിംഗ് ആൻഡ് ലാഡിംഗ് ഓർ ലാപ്പിംഗ്, റെസിപ്റ്റ് ഫ്രം ബിൽസ് റിസീവബിൾ, റെസിപ്റ്റ് ഫ്രം സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ സെക്യൂരിറ്റീസ്, ഡിവിഡൻഡ് ഓൺ ഷെയർസ്,
ഇൻഷുറൻസ് ക്ലെയിം മണി, റെൻറ്റ് റിസീവ്ഡ്, റിസിപ്റ്റ് ഫ്രം ഹയർ പർച്ചേസ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, ദെൻ കമ്മീഷൻ റിസീവ്ഡ്. ഓക്കെ, ഇനി ഇത് ഓരോന്നും നമ്മൾ ക്യാഷ് ഇതിൽ എന്താ പറയുക ഓപ്പണിംഗ് ബാലൻസിൽ അല്ലെങ്കിൽ എന്താ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു പറഞ്ഞു ഇല്ലേ. ഇനി ഇത് ഓരോന്നും നമ്മൾ ഏതൊക്കെ ബുക്കുകൾ വെച്ചിട്ടാണ് ഇത് നമ്മളൊരു ഓഡിറ്റർ വൗച്ച് ചെയ്യുന്നത്, ഏതൊക്കെയാണ് അതിൻ്റെ സപ്പോർട്ടിംഗ് വൗച്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഓപ്പണിംഗ് ബാലൻസിന് കഴിഞ്ഞ പ്രാവശ്യത്തെ ഓഡിറ്റ് ബാലൻസ് ഷീറ്റ്. ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞാൽ ക്യാഷ് വിത്ത് സമ്മറി ഓഫ് ഡെയിലി സെയിൽസ്മാൻ. പിന്നെ റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് നമ്മൾ നോക്കുന്നത് ഒന്ന് കൗണ്ടർ ഫോയിൽ, പിന്നെ പേയിങ് സ്ലിപ്പുകൾ, കറസ്പോണ്ടൻസ് ഫ്രം ഡെപ്റ്റേഴ്സ് കൺഫർമേഷൻ ലെറ്റേഴ്സ്. അതുപോലെ റെസിപ്റ്റ് ഫ്രം ബിൽസ് റിസീവബിൾ നോക്കുന്നത് ഡെപ്റ്റേഴ്സ് എക്സ്പ്ലനേഷൻ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്റ്റ്സ്. അങ്ങനെ ഓരോന്നും ഓരോ രീതിയിലാണ് നോക്കുന്നത്. ദെൻ ബിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ബുക്ക് നോക്കുക, റെസിപ്റ്റ് ഫോർ ബിൽ ഡിസ്കൗണ്ടഡ്, ബിൽ റിസീവബിൾ ബുക്ക് ആൻഡ് പാസ്ബുക്ക്. ദെൻ ബിൽസ് മെച്ചേർഡ് അതെങ്ങനെ നോക്കുന്നത് ക്യാഷ് ബുക്ക് വിത്ത് പാസ്ബുക്ക് ആൻഡ് ബിൽസ് റിസീവബിൾ ബുക്സ്. പിന്നെ റിസിപ്റ്റ് ഫ്രം സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബ്രോക്കർ സോൾഡ് നോട്ട് ഓർ കോൺട്രാക്ട് നോട്ട്, ബാങ്ക് അഡ്വൈസ്, പാസ്ബുക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ്. ദെൻ നെക്സ്റ്റ് പറയുന്നു സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് നോട്ട്, കാർബൺ കോപ്പി ഓഫ് റെസിപ്റ്റ് ഇഷ്യൂ ടു ദ പാർട്ടി, ഡയറക്ടേഴ്സ് മിനിറ്റ് ബുക്ക്, സോൾഡ് നോട്ട്, സെയിൽസ് ഡീഡ്, അതൊക്കെ അതിൽ വേണം. ദെൻ നെക്സ്റ്റ് ലോൺ റിസീവ്ഡ്, ലീഗൽ പ്രൊവിഷൻസ്, ലോൺ എഗ്രിമെൻറ്റ്, വാല്യൂ ഓഫ് സെക്യൂരിറ്റി ഓഫേർഡ്, അതെല്ലാം അതിൽ വരും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്, ഫിക്സഡ് സേവിങ് അക്കൗണ്ട്, ബാങ്ക് പാസ്ബുക്ക് വിത്ത് ബാങ്ക് അഡ്വൈസ്, അതെല്ലാം അതിൽ വരും. പിന്നെ ഇൻട്രസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റീസ്, അതായത് സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റേഴ്സ് അവർ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. ഇൻകം ടാക്സ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് കം ഇൻട്രസ്റ്റഡ് ബട്ട് നോട്ട് ഇൻട്രസ്റ്റ് സോൾഡ് നോട്ട്സ്, അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നത്. പിന്നെ പറയുന്നത് ഡിവിഡൻഡ് ഓൺ ഷെയർസ്, അതിന് നമ്മൾ കൗണ്ടർ ഫോയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡിവിഡൻഡ് വാറൻറ്റിൻ്റെ, ഇൻകം ടാക്സ് ഡിഡക്ഷൻ്റെ സർട്ടിഫിക്കറ്റ് കം ഡിവിഡൻഡ്, ബോട്ട് നോട്ട്, എക്സ് സർവീസ്, സോൾഡ് നോട്ട്, അതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻഷുറൻസ് ക്ലെയിം മണി, കറസ്പോണ്ടൻസ് ഇൻഷുറൻസ് ക്ലെയിം മണി. ദെൻ റെൻറ്റ് റിസീവ്ഡ്, ലീസ് ഡീഡ് എഗ്രിമെൻറ്റ്, റെൻറ്റ് റിസിപ്ഷൻ, കാർബൺ കോപ്പി ഇഷ്യൂ ടു ടെനൻ്റ് ഓർ കൗണ്ടർ ഫോയിൽ. അതിൻ്റെ റെൻറ്റ് റിസീവ്ഡിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, ടെനൻറ്റിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റെസിപ്റ്റ് ഇതിൽ വരുന്നത്. ഇനി റെസിപ്റ്റ് ഫ്രം ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്, കൗണ്ടർ ഫോയിൽ ഓർ റെസിപ്റ്റ്സ്. ഓക്കെ, അതായത് പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ കൗണ്ടർ ഫോയിൽ റെസിപ്റ്റ്സാണ് കിട്ടുന്നത്. പിന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, രജിസ്റ്റർ ഓഫ് സബ്സ്ക്രിപ്ഷൻ വിത്ത് കൗണ്ടർ ഫോയിൽ ഓഫ് റെസിപ്റ്റ്സ്. ലാസ്റ്റ് കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് പാർട്ടീസ്, ക്യാഷ് ബുക്ക്, കൗണ്ടർ ഫോയിൽസ് ഓർ കാർബൺ കോപ്പി ഓഫ് റെസിപ്റ്റ്സ്, ഇഷ്യൂഡ് കോപ്പി ഓഫ് അക്കൗണ്ട്, സെയിൽസ് ഓർഗനൈസേഷൻ, ബാങ്ക് അഡ്വൈസ്, ഫോറിൻ എക്സ്ചേഞ്ച്, റിലീജിയൻ, കമ്മീഷൻ ഇൻ നേച്ചർ അല്ലേ. അതായത് നമ്മളുടെ ആ ഒരു കഷ്ടത്തിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതായത് നമ്മൾ കമ്മീഷൻ റിസീവ് ചെയ്യുമ്പോൾ ക്ലയൻറ്റും പാർട്ടികളും തമ്മിലുള്ള ഒരു അഗ്രിമെൻറ്റ്. ഇപ്പോൾ ക്യാഷ് ബുക്ക് കൗണ്ടർ ഫോയിൽസാണ്, കാർബൺ കോപ്പീസും അതിലും കൗണ്ടർ ഫോയിൽസാണ്. അപ്പോൾ അതിൻ്റെ കൗണ്ടർ ഫോയിലുകൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ കൺസൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കൊണ്ട് നോക്കിയത്. എക്സാമിനേഷൻ ഓഫ് വൗച്ചിങ്, ജനറൽ, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ മോഡൽ എക്സാമിൻ്റെ സീരിയസ് എക്സാമിൻ്റെ കാര്യം ഞാൻ വേണു സാറോട് സംസാരിച്ചിട്ടുണ്ട്. വേണു സാർ പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചിട്ട് എന്താ മറുപടി വെച്ചെങ്കിൽ അത് പറയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല. എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനാണ് ഈ റെസിപ്റ്റും അതുപോലെ തന്നെ ഇനി അടുത്ത് പഠിക്കാനുള്ള പേയ്മെൻറ്റ് ഇൻവോയ്സ് വരുന്നുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് വൈസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്റ്റ് സൈഡ്, ക്യാഷ് ബുക്ക് അത് പഠിക്കുക. പിന്നെ അടുത്തത് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക. ഇനി അടുത്തൊരു ടോപ്പിക്കോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ
അവസാനിക്കുന്നതാണ് എക്സാമിനുള്ള പോർഷൻസ്. ഞാൻ അടുത്ത് തന്നെ അയച്ചു തരാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.